ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിത്ത് PSC. ഇന്നത്തെ ഈ ക്ലാസ് പൊതുവിജ്ഞാനാണ്. ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഇന്ത്യയിലെ ആദ്യത്തെ പേയ്മെൻറ്റ്സ് ബാങ്ക് എയർടെൽ പേയ്മെൻറ്റ്സ് ബാങ്ക്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റാബി വിള ഗോതമ്പ്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഖാരിഫ് വിള നെല്ല്. ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ ടെലസ്കോപ്പ് ആസ്ട്രോസാറ്റ്. ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വജാഹത്ത് ഹബീബുള്ള. ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വജാഹത്ത് ഹബീബുള്ള. ഇന്ത്യയുടെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമരിയ. കേരളത്തിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ പാലാട്ട് മോഹൻദാസ്. കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹരി നായർ. അപ്പം ഇന്ത്യയുടെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമരിയ. കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹരി നായർ. ഈ രണ്ട് പേരിൻ്റെ ഒരു ചെറിയ സാമ്യമുണ്ട്. ഹായും രായും ഒക്കെ വരുന്നുണ്ട്. ഹായും രായും, ഒരാൾ ഹീരയും ഒരാൾ ഹരിയാണ്. അപ്പോൾ അത് വെച്ചിട്ട് അത് ഓർത്ത് വയ്ക്കുക. റാഫേൽ യുദ്ധവിമാനം ഇന്ത്യക്ക് നൽകുന്ന രാജ്യം ഫ്രാൻസ്. റൂസോ ഏത് രാജ്യത്താണ് ജനിച്ചത്? സ്വിറ്റ്സർലൻഡ്. രക്തചംക്രമണം കണ്ടുപിടിച്ചത് വില്യം ഹാർവി. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫിൻ്റെ ആകൃതിയിലുള്ള കേരളത്തിലെ തടാകം ശാസ്താംകോട്ട. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫിൻ്റെ ആകൃതിയിലുള്ള കേരളത്തിലെ തടാകം ശാസ്താംകോട്ട. രാജ്യത്തിന് പുറത്തുള്ള ഇന്ത്യയുടെ ആദ്യ സൈനിക കേന്ദ്രം ഫർഖോർ. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേശകനായിരുന്നത് മദൻ മോഹൻ മാളവ്യ. ഈ പ്രതിഭാസത്തെ ഇന്ത്യയുടെ യഥാർത്ഥ ധനമന്ത്രി എന്ന് വിശേഷിപ്പിക്കാം. ഏത് പ്രതിഭാസത്തെ? മൺസൂൺ കാറ്റുകൾ. മൺസൂൺ കാറ്റുകളെ ഇന്ത്യയുടെ യഥാർത്ഥ ധനമന്ത്രി എന്ന് വിശേഷിപ്പിക്കാം. ഇന്ത്യയുടെ ആദ്യത്തെ ചൊവ്വാ ദൗത്യം മംഗൾയാൻ. ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ അടിത്തറ എന്ന് വിശേഷിപ്പിക്കുന്നത് പഞ്ചശീല തത്വങ്ങൾ. ഇരുമ്പും കാർബണും ചേർന്നുള്ള ലോഹസങ്കരം ഉരുക്ക്. രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിച്ച ആദ്യ വനിത മനോഹര ഹോൾക്കർ 1967. രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിച്ച ആദ്യ വനിത മനോഹര ഹോൾക്കർ. രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിച്ച രണ്ടാമത്തെ വനിത ഫുർചരൺ കൗർ 1969. US സെനറ്റിൽ അംഗമായ ആദ്യ ഇന്ത്യൻ വനിത കമല ഹാരിസ്. പായ്ക്കപ്പലിൽ ഒറ്റയ്ക്ക് ലോകം ചുറ്റിയ ആദ്യ ഇന്ത്യക്കാരൻ അഭിലാഷ് ടോമി. APJ അബ്ദുൽ കലാം അന്തരിച്ച വർഷം 2015. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ അംഗപരിമിതയായ ഇന്ത്യൻ വനിത അരുണിമ സിൻഹ. നീലകണ്ഠ തീർത്ഥപാദർ ആരുടെ ശിഷ്യനായിരുന്നു? ചട്ടമ്പി സ്വാമികൾ. പയസ്വിനി എന്ന പേരിലും അറിയപ്പെടുന്ന നദി ചന്ദ്രഗിരിപ്പുഴ. പയസ്വിനി എന്ന പേരിലും അറിയപ്പെടുന്ന നദിയാണ് ചന്ദ്രഗിരിപ്പുഴ. പാലക്കാട്ടു നിന്നുള്ള ഉപ്പു സത്യാഗ്രഹ ജാഥയ്ക്ക് നേതൃത്വം നൽകിയതാര്? TR കൃഷ്ണസ്വാമി അയ്യർ. പാലക്കാട്ടു നിന്നുള്ള ഉപ്പു സത്യാഗ്രഹ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് TR കൃഷ്ണസ്വാമി അയ്യർ. PhD എന്നതിൻ്റെ പൂർണ്ണരൂപം ഡോക്ടർ ഓഫ് ഫിലോസഫി. ഫുട്ബോൾ താരം പെലെ അഭിനയിച്ച ചലച്ചിത്രം ഹോട്ട് ഷോട്ട്. ബാങ്കിങ്ങിൻ്റെ തൊട്ടിൽ എന്നറിയപ്പെടുന്ന സംസ്ഥാനം കർണാടകം. ബാങ്കിങ്ങിൻ്റെ തൊട്ടിൽ എന്നറിയപ്പെടുന്ന സംസ്ഥാനം കർണാടകം. ബംഗാൾ ആർമിയുടെ നഴ്സറി എന്നറിയപ്പെട്ടത് അവധ്. ബംഗാളി പ്രധാന ഭാഷയായ കേന്ദ്രഭരണ പ്രദേശം ഏത്? ആൻഡമാൻ നിക്കോബാർ. ബംഗാളി പ്രധാന ഭാഷയായ കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാർ.
ഭക്ഷ്യസുരക്ഷാ പദ്ധതി നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ ഭരണഘടകം ഡൽഹി. ഡൽഹിയിലാണ് ഭക്ഷ്യസുരക്ഷാ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയത്. ഭാരതീയ മഹിളാ ബാങ്കിന്റെ പ്രവർത്തനം അവസാനിച്ചത് എന്ന്? 2017 ഏപ്രിൽ 1. ഭാരതീയ മഹിളാ ബാങ്ക് സ്ഥാപിതമായ വർഷം 2013. ഭാരതീയ മഹിളാ ബാങ്കിന്റെ പ്രവർത്തനം അവസാനിച്ചത് 2017 ഏപ്രിൽ 1. ഭാരതീയ മഹിളാ ബാങ്ക് സ്ഥാപിതമായത് 2013. ഭാഷാടിസ്ഥാനത്തിൽ ആദ്യമായി സംസ്ഥാന പുനഃസംഘടന നടന്ന വർഷം 1956. ഭാഷാടിസ്ഥാനത്തിൽ ആദ്യമായി സംസ്ഥാന പുനഃസംഘടന നടന്ന വർഷം 1956. ബ്രിട്ടീഷ് ഓഫീസറായ റാൻഡിനെ കൊലപ്പെടുത്തിയത്? ചപ്പേക്കർ സഹോദരന്മാർ. ശ്രീരംഗപട്ടണം ഏത് നദിയുടെ തീരത്താണ്? കാവേരി. ശ്രീലങ്കയുടെ പതാകയിൽ ചിത്രീകരിച്ചിട്ടുള്ള മൃഗം? സിംഹം. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ ആർ രാമചന്ദ്രൻ നായർ. 1342-45 കാലത്ത് കേരളം സന്ദർശിച്ച ഇബ്നു ബത്തൂത്ത ഏത് രാജ്യക്കാരനായിരുന്നു? മൊറോക്കോ. 1342-45 കാലത്ത് കേരളം സന്ദർശിച്ച ഇബ്നു ബത്തൂത്ത ഏത് രാജ്യക്കാരനായിരുന്നു? മൊറോക്കോ. 1857 കലാപത്തെ ദേശീയ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് വിശേഷിപ്പിച്ചതാര്? ബെഞ്ചമിൻ ഡിസ്രേലി. 1857 കലാപത്തെ ദേശീയ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് വിശേഷിപ്പിച്ചത് ബെഞ്ചമിൻ ഡിസ്രേലി. 1871 അവിഭക്ത പഞ്ചാബിന്റെ തലസ്ഥാനമായ നഗരം ഷിംല. 99 വെള്ളപ്പൊക്കം എന്ന പ്രസിദ്ധമായ വെള്ളപ്പൊക്കം ഉണ്ടായത് എപ്പോൾ? 1924. 99 വെള്ളപ്പൊക്കം എന്ന പ്രസിദ്ധമായ വെള്ളപ്പൊക്കം ഉണ്ടായത് എപ്പോൾ? 1924. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്ന ഗാനം രചിച്ചത്? വയലാർ രാമവർമ്മ. അന്താരാഷ്ട്ര ബാല അവകാശ പ്രഖ്യാപനം നടന്ന വർഷം? 1959. മയ്യഴി ഗാന്ധി എന്നറിയപ്പെട്ടത്? IK കുമാരൻ മാസ്റ്റർ. മയ്യഴി ഗാന്ധി എന്നറിയപ്പെട്ടത് IK കുമാരൻ മാസ്റ്റർ. മാൻഹട്ടൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയത്? ഓപ്പൻഹൈമർ. മാൻഹട്ടൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയത് ഓപ്പൺഹൈമർ. അന്ത്യോദയ അന്ന യോജനയ്ക്ക് തുടക്കം കുറിച്ച സംസ്ഥാനം? രാജസ്ഥാൻ. അന്ത്യോദയ അന്ന യോജനയ്ക്ക് തുടക്കം കുറിച്ച സംസ്ഥാനം? രാജസ്ഥാൻ. അപ്പോളോ സീരീസിലെ അവസാന പേടകം? അപ്പോളോ 17. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക ഹെലികോപ്റ്റർ? മറൈൻ 1. അമേരിക്കൻ വൈസ് പ്രസിഡന്റിന്റെ ഔദ്യോഗിക വിമാനം? എയർഫോഴ്സ് 2. അശോകചക്ര ലഭിച്ച ആദ്യ വ്യോമസേന അംഗം? സുഖാസ് ബിശ്വാസ്. ആനി ബെസന്റ് അന്തരിച്ച വർഷം? 1933. ആനി ബെസന്റ് അന്തരിച്ച വർഷം 1933. ആയുർവേദത്തെക്കുറിച്ച് വൈദ്യജീവനം എന്ന പുസ്തകം രചിച്ചത്? വള്ളത്തോൾ നാരായണ മേനോൻ. ഇതധികം കേട്ടിട്ടില്ലാത്ത ഒരു റെയർ ക്വസ്റ്റ്യൻ ആണ്. ആയുർവേദത്തെക്കുറിച്ച് വൈദ്യജീവനം എന്ന പുസ്തകം രചിച്ചത് വള്ളത്തോൾ നാരായണ മേനോൻ. യാദവ വംശത്തിന്റെ തലസ്ഥാനം? ദേവഗിരി. ആദ്യ കേന്ദ്ര മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗം? ജഗ്ജീവൻ റാം. ആദ്യത്തെ നാഷണൽ പോലീസ് കമ്മീഷന്റെ ചെയർമാൻ? ധരംവീര. ഇന്ത്യ ഹോക്കി ലോകകപ്പ് നേടിയ വർഷം? 1975. ഇന്ത്യ ഹോക്കി ലോകകപ്പ് നേടിയ വർഷം? 1975. ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷന്റെ ആദ്യ പ്രസിഡന്റ്? മന്മഥനാഥ് റോയി ചൗധരി. ഇന്ത്യൻ പ്രസിഡന്റിനെ തൽസ്ഥാനത്തു നിന്നും നീക്കുന്ന ഭരണഘടനാ അനുച്ഛേദം? 61. ഇന്ത്യൻ പ്രസിഡന്റിനെ തൽസ്ഥാനത്തു നിന്നും നീക്കുന്ന ഭരണഘടനാ അനുച്ഛേദം? 61. ഇന്ത്യൻ റെയിൽവേയിലെ ആദ്യ വനിതാ സ്റ്റേഷൻ മാസ്റ്റർ? റിങ്കു സിൻഹ. ഇന്ത്യൻ റെയിൽവേയിലെ
ആദ്യ വനിതാ സ്റ്റേഷൻ മാസ്റ്റർ റിങ്കു സിൻഹ. ഇന്ത്യയിൽ ആദ്യ റെയിൽവേ ലൈൻ ബോംബെ മുതൽ താനെ വരെ സ്ഥാപിച്ച വർഷം 1853. ഇന്ത്യയിൽ ആദ്യ റെയിൽവേ ലൈൻ ബോംബെ മുതൽ താനെ വരെ സ്ഥാപിച്ച വർഷം 1853. ഇന്ത്യയിൽ ആദ്യമായി പ്രധാനമന്ത്രി പദം രാജിവെച്ചത് മൊറാർജി ദേശായി. ഇന്ത്യയിൽ വിദേശകാര്യ വകുപ്പിന്റെ ചുമതല വഹിച്ച ആദ്യ വനിത ഇന്ദിരാഗാന്ധി. ഇന്ത്യയിൽ വിദേശകാര്യ വകുപ്പിന്റെ ചുമതല വഹിച്ച ആദ്യ വനിത ഇന്ദിരാഗാന്ധി. ഇന്ത്യയിൽ ദേശസൂചക പദവി ലഭിച്ച ആദ്യത്തെ അരി പൊക്കാളി അരി. ഇന്ത്യയിലെ US അംബാസഡറുടെ വസതി റൂസ്വെൽറ്റ് ഹൗസ്. ഇന്ത്യയിലെ ആദ്യത്തെ ഭൂരഹിതരില്ലാത്ത ജില്ല കണ്ണൂർ. ഇന്ത്യയിലെ ആദ്യത്തെ ഭൂരഹിതരില്ലാത്ത ജില്ല കണ്ണൂർ. ഇന്ത്യയിലെ ആദ്യത്തെ പ്രതിരോധ സർവകലാശാല സ്ഥാപിതമാകുന്ന സ്ഥലം ഗുഡ്ഗാവ്, ഗുരുഗ്രാം. ഇന്ത്യയിലെ ആദ്യത്തെ പ്രതിരോധ സർവകലാശാല സ്ഥാപിതമാകുന്ന സ്ഥലം ഗുഡ്ഗാവ്, ഗുരുഗ്രാം. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ നേത്രദാന ഗ്രാമം ചെറുകുളത്തൂർ, കോഴിക്കോട് ജില്ല. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ നേത്രദാന ഗ്രാമം കോഴിക്കോട് ജില്ലയിലെ ചെറുകുളത്തൂരാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സിദ്ധഗ്രാമം ചന്തിരൂർ, ആലപ്പുഴ ജില്ല. ഇന്ത്യയിലെ ആദ്യത്തെ സിദ്ധഗ്രാമം ആലപ്പുഴ ജില്ലയിലെ ചന്തിരൂറാണ്. ഊരാളുങ്കൽ കൂലിവേലക്കാരുടെ പരസ്പര സഹായ സംഘം എന്ന പേരിൽ സംഘടന സ്ഥാപിച്ചതാര്? വാഗ്ഭടാനന്ദൻ. ഊരാളുങ്കൽ കൂലിവേലക്കാരുടെ പരസ്പര സഹായ സംഘം എന്ന പേരിൽ സംഘടന സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദൻ. റംസാർ കൺവെൻഷൻ നടന്ന വർഷം 1971. റംസാർ കൺവെൻഷൻ നടന്ന വർഷം 1971. NDA സർക്കാർ അന്ത്യോദയ അന്ന യോജന ആരംഭിച്ച വർഷം 2000 ഡിസംബർ 25. അന്ത്യോദയ അന്ന യോജന ആരംഭിച്ച വർഷം 2000 ഡിസംബർ 25. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്